ഉച്ച തൊട്ട് നാട്ടുകാരും മൊത്തം ഇതിനകത്തെ മെൻഷൻ ചെയ്ത് എന്റെ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കാരും നിന്റെ അച്ഛൻ കളിച്ചത് ഇഷ്ടപ്പെട്ടോ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതണ്ണന്ന് ഗ്രൂപ്പിലിട്ടല്ലേ അണ്ണൻ കളിച്ചതെന്ന് പറഞ്ഞു. അതെ 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 അതെ. ഇപ്പൊ നീ ഇതിന്റെ ബാക്കി കൂടെ പാസ് ചെയ്യും നോക്കിയോ. അണ്ണ ഇത്ര ഡാൻസ് കളിക്കണ നാളെ ജോക്കി ഇത് യഥാർത്ഥത്തിൽ കളിക്കാൻ പോവാ ഞാൻ. എന്താ ജോക്കി ചന്ദനക്കുറയൊക്കെ ഇട്ട് വെച്ചേക്കുന്നടാ. അതെ ജോക്കി എന്റെ കല്യാണ ഫോട്ടോയിൽ നിന്നാണ് അത് റെഫറൻസ് എടുത്തേക്കുന്നത്, മനസ്സിലായോ? കല്യാണ ഫോട്ടോയിൽ നിന്നാണ് റെഫറൻസ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ദിലീപ് ജോസ് പെരേരയാ എന്തൊക്കെ കേക്കണം. ഞങ്ങളെ സന്തോഷത്തിനെങ്കിലും കളിച്ചുവിടെ. ഗോഡന്മാർ എന്തായാലും വെള്ളത്തിൽ മുങ്ങി പോകും. ജോക്കി ഇവിടെ കോൾ ഓഫ് ഡ്യൂട്ടിക്ക് ഭയങ്കര ഫാൻസാ ജോക്കി, പറയാതിരിക്കാൻ വയ്യ. സിറ്റി അതല്ല ആ കോൾ ഓഫ് ഡ്യൂട്ടി സ്റ്റോറി മോഡ് കളിക്കാൻ. ഇവിടെ കോൾ ഓഫ് സെർവർ അപ്പായില്ല, കോൾ ഓഫ് ഡ്യൂട്ടിക്ക് മൊത്തം ഫാൻസാ. അത് മൊബൈലിലൂടെ ഇറങ്ങിയതുകൊണ്ടാന്ന് തോന്നുന്നു. ഇത് നമ്മള് കണ്ടാണ് ഈ ക്ലിപ്പ് ഓൾറെഡി. ഇത് നമ്മള് കണ്ട ക്ലിപ്പാണ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ കണ്ട് റിയാക്ട് ചെയ്തതാ. ബാഹുബലി ഡിലീറ്റഡ് സീൻ. എന്താടാ ഇതൊക്കെ? എനിക്ക് അറിഞ്ഞൂടാ ജോക്കി, ഇതൊക്കെ ഇതൊക്കെ എവിടുന്ന് ഇറക്കിക്കൊണ്ട് വരുന്ന ഓരോരുത്തന്മാര്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ. പുള്ളി എന്ത് കിടിലോന്നറിയോടാ ഈ രണ്ടുപേരും. അടിപൊളിയാ രണ്ടുപേരും. ഓർമ്മണ്ടാ പിന്നെ ഓർമ്മണ്ട് എന്താ ഞാൻ എന്തായി മറ്റേ അന്ന് പോയിട്ട് പിന്നെ കണ്ടില്ലല്ലോ. അല്ല അതിപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു. എടാ മറ്റേ ഇത് 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 തന്നില്ലല്ലോ. അത് തരാം, ടൈം കിടക്കല്ലേ. പിന്നെന്ത് സുഖം? സുഖം അങ്ങനെ പോകുന്നു. അവനെ കാണാറുണ്ടാ? അവനെ ഇടയ്ക്കിടയ്ക്ക് കാണും. അവൻ പിന്നെ അന്ന് വന്നതിന് ശേഷം നിങ്ങളെ വിളിക്കുവോ? ഹേയ് വിളിക്കാറൊന്നും. അവിടെ വീട്ടിലൊക്കെ എങ്ങനെ? വീട്ടിൽ സുഖമാണോ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്താ കഴിച്ചാൽ ഞാൻ കൊടുക്കാം. ആരാന്ന് പോലും അറിയില്ല. ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. ചേട്ടാ എത്രയായി? ഓക്കെ മച്ചാൻ, അപ്പൊ കാണാം എവിടെയെങ്കിലും വെച്ച്. ശരി എന്നാ. കാണാം കാണാം. ഇവ ആര് വൈ സംസാരിച്ച? എന്നാലും അവനാര് തന്നില്ലെന്നൊക്കെ ചോദിക്കണേ. ഞാൻ ഇവനൊന്നും കൊടുക്കില്ലല്ലോ. അവനോട് ഞാൻ എന്ത് തരാണ് ചോദിച്ചത്? ഇവ എന്തിനാ എന്റെ പൈസ അവൻ കൊടുത്ത്? ഇവ എന്തിനാ എന്നൊക്കെ ചിരിച്ചത്? ഞാനും ചിരിച്ചിരിക്കുന്നു. ഞാൻ എന്തോ ഓർത്ത് ചിരിച്ചതിന് അവൻ എന്നെ നോക്കി ചിരിച്ചെന്തിന്?
ഇതിനേക്കാളും റിലേറ്റ് ആയ വേറൊരു സാധനം ഉണ്ട് പറയാ ഗൈസ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഫംഗ്ഷനൊക്കെ ആരെങ്കിലും ബന്ധുക്കൾ വരുമ്പോഴേ മോനെ എന്നെ മനസ്സിലായില്ലേ? അത് ഓജി സാധനമാണ്. അത് മറക്കാൻ പറ്റുമോ നിങ്ങളൊക്കെ? ഇങ്ങനെ മറക്കാൻ ആരാന്ന് പോയിട്ട് അവരെ നമ്മൾ ജനിച്ചപ്പോ പോലും ജനിച്ചിട്ട് ഇന്ന് വർഷം പോലും കണ്ടിട്ടുണ്ടാവൂല. പക്ഷെ നമുക്ക് അങ്ങനെ റിയാക്ഷനെ ഫസ്റ്റ് വരുള്ളൂ, അങ്ങനെ വരുള്ളൂ. അത് എന്തൊക്കെ പറഞ്ഞാൽ അറിയില്ല എന്ന് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ പറയത്തുള്ളൂ. ഞാനൊക്കെ ആണല്ലേ? എടാ നിനക്ക് അറിയാത്ത കാര്യങ്ങൾ തന്നെ അറിയാന്ന് പറയുന്ന ഒരു പുണ്ടച്ചിയാണ് നീ. നീ അങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കണം. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഞാനും മറ്റേ സ്നൈപ്പും മന്ദാരും എല്ലാവരും ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവൻ അടുത്ത് നിന്നപ്പോ ഇവന്റെ പേര് ഞാൻ ചോദിച്ചു. അപ്പൊ പേരെന്തായിരുന്നു? ബ്രോക്കൺ. പറയും ബ്രോക്കൺ ആണെന്ന്. അയ്യോ എന്ത് ഡീസന്റ് സിറ്റുവേഷൻ ആയിരുന്നല്ലേ ലോല. പിന്നെ ഇത്ര അടിപൊളി സിറ്റുവേഷൻ നിനക്കല്ലാതെ വേറെ ആർക്കും എടുത്തുതരാൻ പറ്റില്ലല്ലോ. പണ്ടത്തെ ബ്രോക്കൺ ആണോ ചോദിച്ചു. ഏത് ബ്രോക്കൺ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണ്. അപ്പൊ മറ്റേ ഒരുമാര് എന്ത് താളടിച്ചു. അതറിയത്തില്ല ബ്രോ, ഞാൻ ബ്രോക്കൺ ഇല്ല ബ്രോ. പണ്ടുണ്ടായ ബ്രോക്കൺ ആയിരിക്കും ബ്രോ. എന്ത് അതല്ലേ ചോദിച്ചേ? അറിയത്തില്ല പണ്ടത്തെ ബ്രോക്കൺ ബ്രോക്കൺ ആണോ അറിയത്തില്ല. അപ്പൊ ഇവൻ അടുത്ത നടന്നത് നീ പണ്ട് മറ്റേ വെള്ളയിൽ അടിയുണ്ട ലോലിനല്ലേ എന്ന് പറഞ്ഞ് തിരിച്ച് എന്റെ അടുത്ത് കൊണച്ചു. എന്താ ബെല്ലാരി അടി ഉണ്ടല്ലോ കാണാൻ. ഇത് കഥ പറഞ്ഞപ്പോ ഓക്കെ ആയിരുന്നു, സിറ്റുവേഷൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം ഇവൻ തല്ലുകൊണ്ടല്ലെന്ന് ചോദിച്ചതിന് ശേഷമാണ് അവൻ തല്ലുകൊണ്ടല്ലെന്ന് ചോദിച്ചത്. അതങ്ങ് വീഴുകി അവിടെ. ഇവിടെ എത്തിയപ്പോ അതൊക്കെ വീഴുകി അവൻ. നിങ്ങളെ സൈഡിൽ സത്യം പറഞ്ഞ സ്റ്റാർട്ടിങ് ഇനീഷ്യേറ്റ് ചെയ്തെന്നാ പറയുന്നത്. ബ്രോ പണ്ടത്തെ ബ്രോക്കറാണെന്ന് പറഞ്ഞ എന്ത് ഇനിഷ്യേറ്റിംഗ് ആണ്? അല്ലല്ല ഒന്നും അറിയാതെ ഞാനൊക്കെ അല്ലല്ല പണ്ടത്തെ ബ്രോക്കറാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞോളൂ. ഒരു മിനിറ്റ് സംസാരിക്കില്ലേ? വീട്ടിൽ സംസാരിക്കില്ലേ? അപ്പൊ എന്റെ അടുത്ത് സംസാരിക്കില്ലേ? എനിക്കിതിന് ഇതിലൊരു എപ്പിക് സീനുണ്ട്. കാര്യം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്തെ ഈ അടിയെന്ന് കത്തി എടുത്തിട്ട് അവനെ പുറത്തു കൊണ്ടൊരു കുത്തുകുത്തിട്ട് റേഡിയോയില് കോള് പറയും സിറ്റുവേഷൻ അടിയായി അടിയായി അടിയായത്. എന്ത് കൂളായിട്ടാണ് പറയണത്. നോക്കി നോക്കി എന്ത് കൂളായിട്ടാ നോക്കിക്കോളെ. ഈ സിറ്റുവേഷൻ നടന്ന സമയത്തെ ഞങ്ങള് ഈ വെളിയിൽ നിന്ന് വന്ന് ഇത്രയും പേര് ഇവിടെ ഉള്ളോണ്ടാ ഞങ്ങളൊരു 2 വണ്ടി ആൾക്കാര് ഇത് താഴെ ഇറങ്ങാനും മേളിൽ ഇറങ്ങാനും പറ്റാതെ ഇതിന്റെ മുകളിൽ പെട്ടുപോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കയറി വരുന്നവരെ അടിക്കാൻ മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം ഇവിടുന്ന് വന്നത് ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ല. ഞങ്ങൾ ഇവിടെ മേളിലോട്ട് കയറി വരുന്നതും ഇല്ല, താഴോട്ട് എത്ര പേരുണ്ടെന്ന് അറിയാതെ ഇറങ്ങാനും പറ്റൂല. നമ്മളൊരു 2 വണ്ടി മേളിലുണ്ടായിരുന്നു. നീയാണ് ഇനി തൊട്ട് പുതിയ അബ്ബാസ്. ഇതാണോ ലെഗസി എന്ന് പറയുന്നത്? നൈസ് കളി കളിച്ചോണ്ടിരിക്കുന്നത്. അണ്ണാ സിറ്റി റീകോയിൽ കൊണ്ടുവന്നാണ്. റീകോയിൽ കുട്ടിയോടാ വീണ്ടും കൂട്ടി ഷടിക്ക് ഇപ്പൊ കുറച്ച് വീണ്ടും. എന്നുവെച്ചാ ഇപ്പൊ കുറഞ്ഞെന്നോ കൂടിയെന്നോ? അല്ല ഇപ്പം പണ്ടത്തിനാണ് കൂടിയിരിക്കുവാണ്. ബട്ട് ഇടയ്ക്കൊരു ടൈമിൽ നല്ല രീതിയിൽ കൂട്ടിയതാണ്, മനസ്സിലായോ? അതേപോലെ കൂട്ടി. നല്ല അടിച്ച ഗൈസ് നോക്കട്ടെ കേറാൻ പറ്റുന്ന നോക്കട്ടെ. പ്ലീസ് ജോയിൻ ഡിസ്കോർഡ്. 114 പേര് കേറിയോ സിറ്റിയില്? സിറ്റി അപ്പായി നോക്കട്ടെ 200 സംതിങ് ഡിസ്കോർഡിൽ കാണിക്കുന്നു. എടാ ഡിസ്കോർഡ് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നു. ഇതെന്തരി? എനിക്ക് ഡിസ്കോർഡിൽ ജോയിൻ ചെയ്യാനോ? നീ ഡിസ്കോർഡ് റീസ്റ്റാർട്ട് അടി. അതാ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും സ്വാമി ഇത് കൺട്രോളർ 103 103 എത്തിച്ചോ 12 ഓവറില്. പോടാ 4 വിക്കറ്റ് പോയില്ലേ? 5 വിക്കറ്റ് എന്താ പോയത് 9-ന്. അതാരാ 33 57 ജഡേജ 34. ഇല്ല ഇതൊരു ആയില്ലല്ലോടാ. സിറ്റി അപ്പായോ? ഒന്നും കൂടെ
ഇത് 114 കാണിക്കുന്നേ. 114. അപ്ഡേറ്റ് ആയിരുന്നു. എനിക്ക് ഇവിടെ 250 ആണ്. ഇത് എനിക്ക് കണക്ട് ആവാത്തതാണോ സിറ്റി? നിങ്ങൾക്ക് ആർക്കെങ്കിലും കണക്ട് ആയോ ഒന്ന് പറഞ്ഞേ. ഇത് ബഗ്ഗ ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന ബഗ്ഗ. ഡിസ്കോഡ് നെയിം ഉണ്ട് ഇഷ്യൂ കാണിക്കുന്നു. അടിപൊളി. സ്പാം ചെയ്യുമ്പോൾ സിറ്റിക്കാരനെങ്കിൽ നമ്മള് വന്നു എനിക്ക് തോന്നേ. നിങ്ങൾക്ക് അറിയാം നല്ലോണം പാടും അത് കേട്ടിട്ട് ചിരിക്കണ. എടാ സ്കൈഡാർസ് നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? പ്ലെയിനാ അല്ലടാ തുകിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നു. ലിറിക്കൊക്കെ തെറ്റാ, പക്ഷെ ഉള്ളി നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഗംഗേ 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 ഗംഗേ. ഡിസ്കോഡ് റീസ്റ്റാർട്ട് ആക്കി കയറുന്നതാണ്. അതെന്താണ് കൊള്ളാടാ, കളിയാക്കാൻ വേണ്ടി ഒന്നുമില്ല. ഉള്ളി അടിപൊളിയായിട്ട് okay. If the world was ending, I won't be next to them. Okay. Okay. What? एकदम वॉलंटियर हो गया. Okay, ready. चीटिंग करता है तू. എന്തൊരു കാണാനൊക്കെ അല്ലേ? കണ്ണാപ്പിന്നത് wherever you go, that's where I'll follow. Nobody's promised tomorrow. Hello. I'ma love you every night, like it's the last night, like it's the last night. If the world was ending, I'll be next to you. If the party സോഷ്യൽ മീഡിയയിൽ കാണുന്ന സാധനങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ നിനക്കൊക്കെ. ഇവിടെ കേറിയോടാ? ഞാൻ കേറി നോക്കി, എപ്പോഴേ കേറിയിരിക്കും. ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ജോക്കി വന്നിരുന്നല്ലേ? വന്നില്ല ഇതുവരെ.